പാലായിലെ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ ദിശാ ബോർഡ് ഇല്ലാത്തത് വാഹന യാത്രികർക്ക് ദുരിതമാകുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന വാഹന ഡ്രൈവർമാർ തിരിഞ്ഞു പോകേണ്ട വഴി ഏതാണെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ്. കോട്ടയം റൂട്ടിൽ നിന്നും എറണാകുളം ബൈപ്പാസ് വഴി വരുന്ന വാഹനങ്ങളും തൊടുപുഴ, ഉഴവൂർ, രാമപുരം തുടങ്ങിയ ഭാഗത്തു നിന്നും പാലാ നഗരത്തിൽ നിന്നും എത്തുന്ന വാഹനങ്ങളും ഇവിടെ എത്തുമ്പോൾ തിരിഞ്ഞു പോകേണ്ട വഴി കൃത്യമായി അറിയാത്തവരാണ് വിഷമിക്കുന്നത്. ഇവിടെ മുൻപുണ്ടായിരുന്ന ദിശാ ബോർഡ് വാഹനമിടിച്ച് നശിച്ചിരുന്നു. ഇവിടെ പുതിയ ബോർഡ് സ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുത്തിട്ടില്ല. പാലാ നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനായി ഇവിടെ റൗണ്ടാനയും ദിശാ ബോർഡും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പാലാ പൗരാവകാശ സമിതി 1.5 വർഷം മുമ്പ് പരാതി നൽകിയിരുന്നു. വളരെയേറെ തിരക്കേറിയ പ്രദേശം, അത് 4 കോടി ജംഗ്ഷനാണ്. ഈ 4 കോടി ജംഗ്ഷനിൽ ഒരു ദിശാ ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ രാത്രി സമയങ്ങളിൽ എത്തുന്ന ഡ്രൈവർമാർ ദൂരദേശങ്ങളിൽ നിന്നും ഈ പാലായെപ്പറ്റി അറിയാമല്ലാതെ എത്തുന്ന ആളുകൾക്ക് എങ്ങോട്ട് വഴി തിരിയണമെന്നുള്ള അറിയാമല്ലാതെ കുഴങ്ങുന്ന അവസ്ഥ. രാത്രി മഴയുള്ള സമയത്തൊക്കെയാണെങ്കിൽ ഒരാളിനോട് ഒരു വഴി ചോദിക്കാൻ പോലും ഇവിടെ ഒരാളും മനുഷ്യരില്ല. അങ്ങനെയുള്ളത് ഈ ദിശാ ബോർഡില്ലാതെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഡ്രൈവർമാർ അവരുടെ അവസ്ഥ. 2 മാസം മുമ്പ് വരെ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഒരു വണ്ടി ഇടിച്ച് പോയതാണ്. വണ്ടി ഇടിച്ച് പോയിട്ട് നാളെ ഇതുവരെ ജനങ്ങളുടെ ഈ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒരു ദിശാ ബോർഡ് സ്ഥാപിക്കാനും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല. ദിശാ ബോർഡ് സ്ഥാപിക്കുന്നത് ഞങ്ങളിത് കഴിഞ്ഞ പാലാ പൗരസമിതി സമിതി കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇവിടെ ദിശാ ബോർഡ് സ്ഥാപിക്കുകയും അതുപോലെ സിഗ്നൽ ലൈറ്റ് റൗണ്ടാനിയും പിടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി PWD അധികാരികൾ നൽകിയിരുന്നതാണ്. പലതവണ ഇവിടെ താലൂക്ക് സഭയിൽ ഉന്നയിച്ചാണ്. പക്ഷേ ജനങ്ങൾക്ക് ഇവിടെ ഒരു ദാരുണ്യമായ സംഭവം ഉണ്ടായെങ്കിൽ മാത്രമേ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ നിലപാടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ദിശാ ബോർഡ് സ്ഥാപിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ ആവശ്യപ്പെട്ടു.